അവസാന സമയമായപ്പോൾ ലാപ്ടോപ്പ് ഓണായി. സ്തോത്രം. ഇപ്പോൾ എൻ്റെ 34% മാത്രമേ ചാർജ് ഉള്ളൂ. നേരത്തെ 28, 20 കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് 34 മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞൊരു അപ്ഗ്രേഡിൻ്റെ സമയമായി. മനസ്സിലായില്ല? എൻ്റെ ലാപ്ടോപ്പ് 5 ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക അപ്ഗ്രേഡ് ചെയ്യാൻ. അപ്ഗ്രേഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതിൽ നിന്നും അടുത്ത നിലവാരത്തിലോട്ട് നീ മാറാൻ സമയമായി. പഴയ ലാപ്ടോപ്പ് മാറ്റാൻ സമയമായി, പഴയ മൊബൈൽ മാറ്റാൻ സമയമായി, നമ്മുടെ പഴയ ആത്മീക ജീവിതം മാറ്റാൻ സമയമായി, അപ്ഗ്രേഡിൻ്റെ സമയമായെന്ന്. ഇത് ദൈവത്തിൻ്റെ ദൂത കേട്ടോ. അതിനു വേണ്ടി എന്നാൽ ചിലർ ചിന്തിക്കുന്നത് എൻ്റെ കാര്യം റെഡിയാകുന്നില്ലെന്ന്. അവസാന സമയത്തെന്ന പോലെ നിങ്ങളുടെ കാര്യം റെഡിയാകാൻ പോകുകയാണ്. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ലാപ്ടോപ്പ് ഓണായതുപോലെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, സ്തോത്രം, ഒന്നും റെഡിയാകുന്നില്ലെന്ന് പറഞ്ഞ് നീ മീറ്റിങ്ങിന് കയറിയെങ്കിൽ അവസാന സമയത്തെന്ന പോലെ നിന്റെ കാര്യങ്ങൾ സെറ്റാകാൻ പോകുകയാണ്. സ്തോത്രം. ആമേൻ. ചില അടയാളങ്ങൾ എന്തിനാണെന്നറിയാമോ? ദൈവം അറിയിക്കുന്നതാ. ചിലരിൻ്റെയൊക്കെ ചാർജ് തീർന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ചാർജ് തീരത്തില്ല, നീ മുകളിലോട്ട് കുതിക്കാൻ പോകുക. ആമേൻ. യെശയ്യാപ്രവാചകൻ പറയുന്നത് പോലെ അവർ കഴുകന്മാരെ പോലെ ശക്തി പുതുക്കും. ആമേൻ. അവർ ചിറകടിച്ച് കയറും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. ലോക മനുഷ്യൻ തളർന്നു പോകും, തീച്ചൂളയിൽ കത്തി എരിഞ്ഞു പോകും. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ തീച്ചൂളയിൽ നിന്നും സുഖമായി വെളിയിലോട്ട് വരാൻ പോകുകയാ. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇന്നത്തെ വെല്ലുവിളി, ഇന്നത്തെ ശോധനകൾ, നീ തീർന്നെന്ന് അപ്പുറത്ത് നിന്റെ മരണം കാത്തു കിടക്കുന്ന രാജാവ് അത്ഭുതപ്പെടുമാറ്. 3 പേരെ അല്ലയോ ഞാൻ തീയിലിട്ടത്, 4മതൊരുവൻ കൂടെ നടക്കുന്നത് കാണുന്നല്ലോ, അവരുടെ കയ്യിലെ കെട്ടുകൾ കാണുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നത് എന്തെന്നറിയാമോ? സ്തോത്രം, നമ്മെ കെട്ടിയ കെട്ടുകൾ, നമ്മെ കെട്ടിയ രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഈ തീച്ചൂളയ്ക്കകത്ത് കെട്ടഴിഞ്ഞു മാറാൻ പോവുകയാ. പ്രെയർ ഹൗസിന്റെ അകത്ത് കെട്ടഴിഞ്ഞ് നടക്കുന്ന ബാലന്മാരെ ഞാൻ കാണുന്നു. നിന്റെ ഭവനത്തിൽ ഞാൻ കെട്ടഴിഞ്ഞ് നടക്കുന്ന ഒരു വിടുതലിന്റെ വ്യക്തികളെ ഞാൻ കാണുകയാ. പരിശുദ്ധന്മാർ ചിലതിനെ കെട്ടുകൾ അഴിക്കാൻ പോവുകയാ. ഉടാമാന ശന്തലാരഹനം. അമേൻ. സ്തോത്രം, സ്തോത്രം. ചിലർ ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടവനും സ്നാനപ്പെട്ടവനും പ്രാർത്ഥിക്കുന്നവന് കെട്ടുണ്ടോ എന്ന്. അവന് പോരാട്ടമുണ്ട്. അവനേ പോരാട്ടമുള്ളൂ. മനസ്സിലായില്ല? മെലീത്ത ദ്വീപിൽ പൗലോസ് പോയപ്പോൾ പാമ്പ് കടിച്ചു. അനേക ഉപദേശന്മാർ അവിടെ പോരാ, അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, അവരെ കൊണ്ടൊന്നും സാധിക്കാനുമില്ല. അമേൻ. എന്നാൽ പൗലോസ് പോയാൽ വിഷയം മാറും. അവനെ പാമ്പ് കടിക്കും, ആളുകൾ കുറ്റം പറയും. പക്ഷെ ഒന്ന് ഓർത്തോ, പൗലോസ് കാല് ചവിട്ടിയെങ്കിൽ ആ ദ്വീപ് വിടുവിക്കപ്പെടാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക, നീ സ്തോത്രം പോകുന്ന ദേശം, ആമേൻ, അത് വിടുവിക്കപ്പെടാൻ പോകുക. നീ ഒരു ദൈവവൈതലായിരിക്കാൽ നീ പാർക്കുന്ന ഭവനം അത് അനുഗ്രഹ വിഷയമാകാൻ പോകുക. കാരണം എന്തെന്നറിയാമോ? എൻ്റെ അകത്തൊരു തീയുണ്ട്, നിങ്ങളുടെ അകത്തൊരു തീയുണ്ട്. ആ തീ ചില പാമ്പിന്റെ ശക്തികളെ കൊല്ലുന്ന തീയാ. ഉടാമന ശന്തല റഹനം. ആമേൻ, ആമേൻ, ആമേൻ. മറ്റുള്ളവർക്ക് പ്രശ്നമില്ലല്ലേ, നിനക്കാണ് പ്രശ്നമല്ലേ? പരിശുദ്ധമാവർ നിന്നെ കൊണ്ട് തന്നെ ഞാൻ ചിലതിനെ വിടുവിക്കാൻ പോകുകയാ. ഉടാമന ശന്തല റകൽക്കമന. യേശുവിന്റെ നാമത്തിൽ പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ, ചൂട് വർദ്ധിക്കുമ്പോൾ, വെല്ലുവിളി വർദ്ധിക്കുമ്പോൾ ദൈവത്തെ കുറ്റം പറയണ്ട. അതിന്റെ മധ്യത്തിൽ ഞാൻ എന്റെ പ്രവൃത്തി ചെയ്യാൻ പോകുകയാ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഉടമ ശന്തല റകൽക്കമന സമന ജഗനം. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്ക് ദൈവവചനത്തിലോട്ട് കടന്നു വരാം. ഞാൻ സ്തോത്രം പ്രസംഗിക്കാൻ തയ്യാറാക്കി വെച്ചതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പൊ പരിശുദ്ധമ്മനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എങ്കിലും ദൈവം എനിക്ക് തന്നൊരു ദൂത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യവും 2-ാം വാക്യവും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി. ശ്രദ്ധിച്ചോണം കേട്ടോ, സാത്താൻ ഇസ്രായേലിന് വിരോധമായി. പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ജനത്തിന് സാത്താൻ വിരോധമാകാറുണ്ട്. ആമേൻ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വിരോധമായി സാത്താൻ ചിലതൊക്കെ എണ്ണാറുണ്ട്. അത് ഓർത്തോണം കേട്ടോ. ആമേൻ. ഇവിടെ കാണുന്നു, ഇസ്രായേലിന് വിരോധമായതല്ല വിഷയം, അതിനെ വിരോധമായി ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിപ്പിച്ചു. അപ്പോൾ എല്ലാ തോന്നലുകളും ദൈവികമല്ല. ആമേൻ. സ്തോത്രം. എല്ലാറ്റിനും നമ്മൾ വിവേചിക്കണം. അപ്പൊ ദാവീദ് ആരാ? ഇസ്രായേലിന്റെ മധുരഗായകൻ. ഇസ്രായേലിനെ ഭരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത അഭിഷിക്തനാണ് ദാവീദ്. ആരാണ് തിരഞ്ഞെടുത്തതെന്ന് അറിയാമോ? ദൈവം തിരഞ്ഞെടുത്തു. എന്നാൽ താഴൊരു വാക്യം വായിച്ചല്ലോ, ബെർശേബ മുതൽ ദാൻ വരെ. ഞാൻ വാക്യം വായിക്കുന്നില്ല. ശമൂവേൽ പ്രവാചകനാണ് ദാവീദിനെ അഭിഷേകം ചെയ്തത്. ശമൂവേൽ പ്രവാചകനെ കുറിച്ച് പറയുന്നു, ദാൻ മുതൽ ബെർശേബ വരെ വിശ്വസ്ത പ്രവാചകൻ.
ആമേൻ. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, സ്തോത്രം, ദാൻ മുതൽ ബർശേബ വരെ വിശ്വസ്ത പ്രവാചകനായിരിക്കുന്ന ശമൂവേൽ അഭിഷേകം ചെയ്ത ദാവീദ് ദാൻ മുതൽ ബർശേബ വരെ എന്നാ ചെയ്തെന്നറിയാമോ? ജനത്തിന്റെ മകളിൽ സ്തോത്രം ദൈവിക വിരോധം കൊണ്ടുവന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിൽ സ്തോത്രം നമ്മുടെ മുകളിൽ ചില വിരോധങ്ങൾ ഉണ്ടാകും. ഞാനത് തെളിയിച്ചു തരാം. നമ്മൾ ചെയ്യാത്ത തെറ്റുകൾ, നമ്മൾ ചെയ്യാത്ത പാപങ്ങൾ, ആമേൻ, നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരും. ഇസ്രായേൽ പാപം ചെയ്തിട്ടില്ല കേട്ടോ, പാപം ചെയ്തത് ദാവീദാ. പക്ഷെ ബാധിച്ചത് ആരെ അറിയാമോ? ഇസ്രായേലിനെയാ. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു? നീ അറിയാത്ത മേഖലകളിൽ, നീ ചെയ്തിട്ടില്ലാത്ത തെറ്റുകൾക്ക് നീ കണക്ക് കൊടുക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, ഓ സ്തോത്രം, ഈ ദൂത് നിങ്ങൾക്കുള്ളതാ. കാരണം ദാവീദ് ചെയ്ത പാപത്തിന് നീ ശിക്ഷ അനുഭവിക്കണ്ട. ആമേൻ. മാതാപിതാക്കളുടെ മുഖേന മക്കളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന സ്തോത്രം ചില അവകാശവാദങ്ങൾ, മനസ്സിലായോ? ചില അവകാശവാദങ്ങൾ അത് നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല. കാര്യമെന്തും അതിൽ നിന്ന് തന്റെ ഇസ്രായേലിനെ വിടുവിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് ആഴമേറിയ മർമ്മമാണ്. ആമേൻ. ഒരുപാട് ദൈവദാസന്മാർ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇസ്രായേലിന് വിരോധമായിട്ട് പലപ്പോഴും ചില അഭിഷിക്തന്മാരെ പിശാച് തിരിക്കാറുണ്ട്. ഇനി ഒന്നും കൂടി വിശദീകരിക്കാം. ആമേൻ. ബിലയാം എന്നൊരു പ്രവാചകൻ ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി എഴുന്നേറ്റെന്ന് ബൈബിൾ പറയുന്നു. ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ശപിക്കാനായി ജാതകീയ രാജാവായ ബാലാക്കിനെ വിളിച്ചു. ബാലാക്ക് ആരെ വിളിച്ചു? ബിലയാമിനെ വിളിച്ചു. ഉടനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നടക്കത്തില്ല. കാട്ടുപോത്തിന്റെ ബലമുള്ളവനാണ് ആര്? ആ കടന്നു വരുന്ന ഇസ്രായേൽ ജനം. ഓ സ്തോത്രം, ബിലയാമിന്റെ ശാപത്തെ ഞാൻ അനുഗ്രഹമാക്കാൻ പോകുക. ദൈവാത്മാവ് ആരോടല്ല ദൂത് പറയുക. ചില മാതാപിതാക്കളിൽ വന്ന ശാപവാക്കുകൾ, ചില സഭയിലെ പാസ്റ്റർമാരിൽ നിന്ന് വന്ന ശാപവാക്കുകൾ, ചില അഭിഷേകമുള്ള സ്തോത്ര ദാവീദന്മാരിൽ നിന്ന് വന്ന ശാപങ്ങൾ നിന്റെ ഭവനത്തെ പിന്തുടർന്ന് പിടിക്കുന്നുവെങ്കിൽ പരിശുദ്ധമ പറയുക, അതിലേറെക്കാലം നീ ഇരിക്കത്തില്ല. ഞാൻ അതിൽ നിന്ന് എന്റെ ജനത്തെ വിടുവിക്കാൻ പോകുകയാ. ഓ ജീസസ്. ഇന്ന് പറഞ്ഞ ദൂത് ഏറ്റെടുക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നീ അറിയാത്ത മേഖലകളിൽ നിന്റെ പ്രൊമോഷൻ തടഞ്ഞ്, നീ അറിയാത്ത മേഖലകളിൽ നിന്റെ ഉയർച്ചകളെ തടഞ്ഞ്, നിന്റെ മക്കളെ പിന്മാറ്റത്തിലാക്കി, നിന്നെ ശാപത്തിന്റെ അകത്ത് വീഴിക്കുവാൻ, നിന്റെ തലമുറകളെ ഇല്ലാതാക്കുവാൻ പിശാച് അകത്തളങ്ങളിൽ ഒരുക്കുന്ന ഗൂഢാലോചനകൾ, വിരോധമായിട്ടുള്ള ചില ആലോചനകളെ സ്വർഗത്തിലെ ദൈവം വ്യർത്ഥമാക്കാൻ പോകുകയാ. ഓ, ആരുടെ അകത്തളങ്ങളിലോട്ട് വചനം ഇറങ്ങിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയ, നീ എത്ര പരിശ്രമിച്ചിട്ടും നിനക്ക് വളർന്നു വരാൻ ഒക്കുന്നില്ലല്ലേ? നീ എത്ര പരിശ്രമിച്ചിട്ടും നിന്റെ ശുശ്രൂഷ വെളിയിൽ വരുന്നില്ലല്ലേ? യേശുവിന്റെ നാമത്തിൽ ചില ശാപങ്ങളെ ക്രൂശിന്റെ മറവിൽ ഞാൻ വെട്ടുകയാ. ഉടാമന ശന്തല ചില ശാപക്കെട്ടുകളെ ക്രൂശിന്റെ മറവിൽ ദൈവം വെട്ടുകയാ. ഓ, ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ ശരീരത്തിൽ നിന്നും ചില രോഗങ്ങൾ വിട്ടുമാറുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ഉടരാ ജഗൽഖമന സന്ദര വൈഡ, ചില രോഗങ്ങൾ വർഷങ്ങളായി പിന്തുടർന്നു വരുന്ന ശാപങ്ങൾ, നിന്റെ നന്മകളെ തടയുന്ന പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ആവട്ടെ. ഉടരാ ജഗൽഖമന അസ്തുര ജഗ നഗത്തൽ ഖമന, യേശുവിൻ നാമത്തിൽ ഞാൻ ജയമടിക്കുകയാണ്. ചില പോരികളെ അഴിച്ചു മാറ്റുന്നു. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു, വിദേശത്തോട്ടേക്ക് വിസ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ കാര്യങ്ങൾക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആമേൻ. ചില ആളുകൾ ചിന്തിക്കുന്നത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും എത്തിയ രക്ഷപ്പെട്ടെന്നാ. ആമേൻ. എന്നാൽ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലുള്ളത്, ഓസ്ട്രേലിയയിൽ വന്നിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. മനസ്സിലായില്ല? ആമേൻ. ഞാനൊരു കാര്യം പറയാം, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ നീ ആഫ്രിക്കയിൽ പോയാലും നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സ്തോത്രം. ആമേൻ. നീ ഏത് പാതാളത്തിൽ പോയാലും ആ പാതാളത്തിനെ തീ ദൈവം കെടുത്തി അവിടെ നിനക്ക് വേണ്ടി നല്ല പച്ച പരവതാനം വിരിക്കാൻ ദൈവശക്തനാ. ഓ, നീ ഏത് മെലിയത്തെ കാലുകുത്തിയാലും ചില ശാപങ്ങളെ ദൈവം പൊട്ടിക്കും. ഓർത്തോണം, നീ പോകുന്നത് കൊണ്ട് നീ ചില രാജ്യങ്ങളുടെ നന്മ കണ്ടോ, ചില സ്ഥലങ്ങളുടെ ദാരിദ്ര്യം കണ്ടോ ഭാരപ്പെടണ്ട. എന്റെ അകത്തൊരുവനുണ്ട്, അത് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഞാൻ പോകുന്നിടങ്ങളിൽ എന്റെ കൂടെ ഒരു ദൈവ സാന്നിധ്യം വരും. അത് മരുഭൂമിയിലാണെങ്കിലും, അത് കല്യാണ പന്തലിൽ പച്ചവെള്ളമാണെങ്കിലും, അത് സ്തോത്രം ഒഴിഞ്ഞ ശൂന്യമായ പടയാണെങ്കിലും, ഞാൻ കാലുകുത്തുമ്പോൾ അതിന്റെ അകത്തൊരു സമൃദ്ധി കടന്നു വരുമെന്ന്. ഓ സ്തോത്രം. നീ എവിടെ പോയാലും നിന്റെ പിന്തുടർന്ന ദൈവ സാന്നിധ്യം, അതാണ് ഏറ്റവും വലിയ വിഷയം. ഉടരാജകൽക്കമ ഇസ്രായേലിന് വിരോധമായി ദാവീദ് എണ്ണിയാലും, ഇസ്രായേലിനെ സ്തോത്രം ബിലയാം ശപിച്ചാലും,
ബൈബിൾ പറയുന്നു, അവനെ ശപിച്ച ശാപമേക്കത്തില്ല. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഓ സ്തോത്രം. ഇന്ന് പരിശുദ്ധന്മാർ പറയുക, എന്റെ ജനത്തെ ശപിക്കാൻ പറ്റത്തില്ലെന്ന്. ഉടരാ ജഗൽഖമന. ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാ പറയുക, നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. അമേൻ അമേൻ. നീ ഇരിക്കുന്ന വീട്ടിൽ, നിന്റെ കൊച്ചു വീടാണെങ്കിലും, ഓ സ്തോത്രം, നീ എത്ര ശാപിക്കപ്പെട്ട കുടുംബത്തിലാണെങ്കിലും അവിടെ നീ ഒരു അനുഗ്രഹ വിഷയമാകാൻ പോകുക. ഓ റിബൽ കമനാസ്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും മൂഡ് ഔട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മ പറയുക, നിങ്ങൾ മൂഡ് ഔട്ടായിട്ട് പോകത്തില്ല. നിങ്ങൾ ആ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് മടങ്ങിപ്പോകാൻ പോകുക. അമേൻ അമേൻ. മുടന്തി വന്നവരാണെങ്കിൽ മുടന്ത് മാറി മടങ്ങിപ്പോകും, തുള്ളിയും ചാടിയും പോകും. ഓ സ്തോത്രം. കൂനിയാണ് വന്നതെങ്കിൽ നിവർന്നു പോകും. വരണ്ട കൈയോടെ വന്നെങ്കിൽ വരണ്ട കൈ സൗഖ്യമാകും. രക്തസ്രവമാണെങ്കിൽ രക്തസ്രവം ഉടൻ പൊടുന്തരം നിന്നു പോകാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. ഇനി മരണമാണെങ്കിൽ കല്ലറയെ തോർക്കുന്ന യേശുവിന്റെ ശക്തിയാൽ ലാസർ വെളിയിൽ വരാൻ പോകുക. ആദ്യമൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക, കെട്ടപ്പെട്ട് കിടക്കുന്ന ചില ലാസറുമാർ നിന്റെ ഭവനത്തിൽ വെളിയിൽ വരുന്ന നീ കാണാൻ പോകുന്നു. ഉടാമന ശന്തല രകൽഖമന സദരാജകനം. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ. ഈ സ്തോത്ര ചില സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഭയങ്കര ആത്മ നിറവായിരിക്കും. ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര ആത്മനിറവ് അനുഭവപ്പെടുക. എന്നാൽ ചില സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയ ഒരു ആത്മനിറവ് ഉണ്ടാകത്തില്ല. ആമേൻ. പക്ഷേ അവിടെയും ആത്മനിറവ് ഉണ്ടാകുന്ന പരിശുദ്ധന്മാർ എന്റെ കൂടെ ഉണ്ട്. മനസ്സിലായില്ല? നീ പോകുന്നത് അനുഗ്രഹിക്കപ്പെടുമെന്നേ. അമേൻ അമേൻ. നീ കൈവെക്കുന്നത്, നീ മാവ് കുഴക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും. നിന്റെ 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 മൃഗത്തിന്റെ പേര് അനുഗ്രഹിക്കപ്പെടും. നീ സ്തോത്രം ഇന്ന് പാൽക്കാട് എത്ര പേർ ഇന്ന് വിശ്വസിക്കുന്നു? സ്തോത്രം, ഞാനൊരു അനുഗ്രഹമാകാൻ പോകുക. ഉടരാ ജഗൽഖമന സന്തരാജഗനം. സ്തോത്രം. താഴോട്ട് വരുമ്പോൾ ഞാൻ ഈ വാക്യം ഇങ്ങനെ വായിച്ചപ്പോൾ സ്തോത്രം, ഓരോ വാക്യങ്ങളും എന്നോടുള്ള ദൂത, നിങ്ങളോടുള്ള ദൂത കേട്ടോ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇതിൽ കൂടെ ദൈവം എന്നോട് എന്നാ സംസാരിക്കുന്നത് ഞാൻ നോക്കി കേട്ടോ. അപ്പൊ താഴോട്ട് വരുമ്പോൾ ഈ വിരോധമായി ഇസ്രായേലിനെ എണ്ണാൻ ദാവീദിന് തോന്നിച്ചു. ഞാനൊരു കാര്യം പറയാം, എല്ലാ തോന്നലുകളും ദൈവികമല്ല കേട്ടോ. ആമേൻ. ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട്, ഞാനൊരു ബെന്നിഹിന്നാണെന്ന് തോന്നും. തെറ്റാണ്. ഒരു ബെന്നിഹിൻ മാത്രമേ ഉള്ളൂ. ആമേൻ. ചില ആൾക്കാർക്ക് തോന്നും ഞാനൊരു ജോയ്സ് മേയർ ആണെന്ന് തോന്നും. അയ്യോ, ഒരു ജോയ്സ് മേയർ മതി. സ്തോത്രം. ചിലർക്ക് തോന്നും ഞാൻ ഒരു കാദ്രി. ഇവരൊക്കെ ആരാന്ന് ചോദിച്ചാൽ അറിയാത്തവർ ക്ഷമിക്കണം കേട്ടോ, ഇവരൊക്കെ ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരാ. ചിലർ കാദ്രിൻ കുൽമാനാണെന്ന് തോന്നും. ഓക്കെ, നല്ലതാ, നല്ല ആഗ്രഹങ്ങളൊക്കെ നല്ലതാ. പക്ഷേ നീ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവത്തെ ഡ്യൂപ്ലിക്കേറ്റ്സിന്റെ ആവശ്യമില്ല. ആമേൻ. അപ്പൊ ദാവീദിന് തോന്നി ഞാൻ ആരോ ഭയങ്കര സംഭവമാണെന്ന്. സ്തോത്രം സ്തോത്രം. കാരണം പണ്ട് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നതാ. ഇപ്പോൾ ഇസ്രായേലിന്റെ രാജാവായപ്പോൾ കുറെ സ്തുതിപാടുകൾ ചുറ്റും കൂടി. ദാവീദേ, അങ്ങാണ് വലിയ ആള്. ചിലപ്പോഴൊക്കെ മുഖസ്തുതി പറയുന്നവരെ സൂക്ഷിച്ചോണം കേട്ടോ, അവരാണ് ഒറിജിനൽ സാത്താൻ. അമേൻ അമേൻ അമേൻ. നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയാ. നിന്റെ കാറിന് എന്നാ അടുത്ത ദിവസം കാറും കാണത്തില്ല, ഭംഗിയും കാണത്തില്ല. അതുകൊണ്ട് സ്തുതി പറയുന്നവരെ സൂക്ഷിച്ചോണം. അപ്പൊ ദാവീദിന് ചുറ്റും സ്തുതിപാടകരാ. അപ്പൊ ദാവീദിന് തോന്നി ഞാൻ തന്നെ ദൈവം. അമേൻ സ്തോത്രം. ഞാൻ തന്നെ രാജാവ്, ഇനി എനിക്ക് മരണമില്ല. ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ദാവീദിന്റെ അകത്തോട്ട് കയറി. അപ്പോൾ ദാവീദ് പറഞ്ഞു, യോവാബിനെ വിളിച്ചു പറഞ്ഞു ഇസ്രായേലിനെ എണ്ണാൻ. അമേൻ അമേൻ അമേൻ. അപ്പൊ ഞാൻ ഇത് കർത്താവേ, എന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്, അല്ല 5 പേരുണ്ട്. അത് എണ്ണുന്ന ഒരു സംഖ്യ. സ്തോത്രം. എന്റെ മൊബൈൽ എത്ര കോണ്ടാക്ട്സ് ഉണ്ട്? എന്റെ മൊബൈൽ 1000 കോണ്ടാക്ട്സ് ഉണ്ട്. 1000. അതിനിപ്പോ എന്റെ അക്കൗണ്ടിൽ എത്ര പൈസ? എന്റെ അക്കൗണ്ടിൽ 1,00,000 രൂപയുണ്ട്, അല്ലെങ്കിൽ 50,000 രൂപയുണ്ട്. അതിനെന്നാ ഇത്ര തെറ്റ്? അമേൻ. ഇത്രമാത്രം ശിക്ഷാവിധി ദാവീദിന്റെ മുകളിൽ വരാൻ മാത്രം ഇതിലെന്നാ ഇത്ര തെറ്റ് തോന്നിയത് എന്ന് ഞാൻ വളരെ ആഴമായി ചിന്തിച്ചു. അപ്പൊ ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച 1-2 കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം. സംഖ്യാപുസ്തകം 1:19. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ സീനായി മരുഭൂമിയിൽ വെച്ച് അവരുടെ എണ്ണം എടുത്തു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, മോശയോട് ദൈവം കൽപ്പിച്ച എണ്ണം എടുക്കാൻ. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. എന്നെ സ്തോത്രം ഈ മീറ്റിംഗ് പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുക അല്ലെ. അപ്പൊ ഞാൻ എന്റെ മീറ്റിംഗിൽ എണ്ണ എടുത്താൽ പോലെ മറ്റുള്ളവരുടെ മീറ്റിംഗിൽ എണ്ണ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മനസ്സിലായില്ല. ഈ ദാവീദിനോട് ദൈവം പറഞ്ഞ എണ്ണ എടുക്കാൻ പറഞ്ഞില്ല. ഇത് ദാവീദിന് അങ്ങ് തോന്നിയതാ. പക്ഷെ മോശയോട് ദൈവം പറഞ്ഞു, മോശ നീ എണ്ണ എടുക്കണമെന്ന്. അപ്പൊ പറയാത്ത പണി ചെയ്യാൻ പോകരുത്. എത്രയൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായി? ആമേൻ. ചെയ്തു തീരാത്ത പണി ഒരുപാട് അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് ദാവീദ് ചെന്നിരുന്ന് പറയാത്ത പണി ചെയ്യുക. ചിലർക്കുള്ള പരിപാടിയാ പറയാത്ത പണി ചെയ്യുക. അമേൻ സ്തോത്രം. നമ്മൾ ആരും പറയാത്ത പണി ചെയ്യണ്ട, പറഞ്ഞ പണി മാത്രം ചെയ്താൽ മതി. ഇനി എന്റെ 47-ാം വാക്യം വായിക്കുകയോ, 47, 48 കൂടി ഒന്ന് വായിക്കോ.
47 48. യെസ്. സ്തോത്രം. ഇവരുടെ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണിയില്ല. ലേവി ഗോത്രത്തെ മാത്രം എണ്ണരുതേ എന്നാ സ്തോത്രം. അപ്പൊ ഈ കൂട്ടത്തിൽ വേറൊരു വിഭാഗമുണ്ട്, ലേവ്യ ഗോത്രം. ആമേൻ. ഇത് ദൈവാത്മാവ് എന്റെ കയ്യിൽ തന്നെ ദൂത കേട്ടോ. ഞാൻ ആരുടെ കോപ്പി അടിച്ച് പ്രസംഗിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. ദൈവാത്മാവ് തന്ന ദൂത അതുപോലെ പ്രസംഗിക്കുക. എന്ന് വെച്ചാൽ ഈ ദാവീദിന് എല്ലാവരുടെ എണ്ണം എടുക്കാം, പക്ഷെ ആരുടെ എണ്ണം എടുക്കാൻ പാടില്ല? ലേവ്യ ഗോത്രം. അത് ദൈവത്തിന്റെ ഗോത്രമാ. മനസ്സിലായില്ല? സ്തോത്രം. ദാവീദേ, നിനക്ക് എണ്ണാം, പക്ഷേ അതിനു മുന്നേ ഒരാലോചന വേണം. ഓ സ്തോത്രം. നിനക്ക് ചെയ്യാം, അതിനു മുന്നേ ഒരാലോചന വേണം. ഇനി അടുത്ത് കത്തുന്ന ദൂത് വരാൻ പോകുക കേട്ടോ. നിങ്ങൾ ഒരുങ്ങിയിരുന്നോ? പരിശുദ്ധന്മാരുടെ ചലനം ഉണ്ടാകാൻ പോകുക. ആമേൻ. സ്തോത്രം. ലേവ്യ ഗോത്രം ദൈവത്തിന്റെ ജനമാ. സ്തോത്രം. ശൗൽ രാജാവായപ്പോൾ എന്നാ ചെയ്തെന്നറിയാമോ? ഈ ലേവ്യരെയെല്ലാം അങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. പലപ്പോഴും പാവപ്പെട്ടവനെന്ന് തോന്നുന്ന, ഒന്നിനും കൊള്ളത്തില്ലെന്ന് തോന്നുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വയറൊട്ടിയ പാവപ്പെട്ട ഉപദേശിയെ കാണുമ്പോൾ നീ അവനെ എണ്ണാൻ നിൽക്കരുത്. അവൻ സ്തോത്രം വലിയ പൈസ ഇല്ലാത്തവനായിരിക്കാം, പക്ഷെ അവൻ മുട്ടുമടക്കിയ തീ ഇറങ്ങും. മനസ്സിലായില്ല? ഓ സ്തോത്രം. കരയുന്ന ചില ലേവ്യർ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ചിലർ അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. ദാവീദേ, നീ രാജസ്ഥാനത്ത് എത്താൻ കാര്യം എന്തെന്നറിയാമോ? അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണെന്ന് മറക്കണ്ട. അവനെ എണ്ണാൻ മാത്രം നീ വളർന്നിട്ടില്ല. പ്രാർത്ഥിക്കുന്നവന്റെ എണ്ണമെടുക്കാൻ ഒരു ദാവീദ്, ഒരു അഭിഷിക്തനും സ്തോത്രം വളർന്നിട്ടില്ല. ആരുടെയൊക്കെ പരിശുദ്ധമോ പറയുക, നീ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാ. നിന്നെ എണ്ണുവാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. ദൈവാത്മാവ് സംസാരിക്കുക. നിന്റെ 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 ഭവനത്തിലെ നന്മകളെ എണ്ണുവാൻ, നിന്റെ ഉയർച്ചകളെ തടയുവാൻ ഒരു രാജാവിനും, ഒരു മന്ത്രിക്കും, ഒരു പ്രൈം മിനിസ്റ്റർക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. എന്റെ തലയിലെ മുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എന്നെ എണ്ണുവാൻ, എന്റെ നന്മകളെ എണ്ണുവാൻ സാത്താൻ അവകാശമില്ല. ഈ വചനം കത്തുന്നവർക്കാ ദൈവത്തെ സ്തുതിക്കുക. കഴിഞ്ഞ ദിവസം ഇതേ മെസ്സേജ് മറ്റൊരു രീതിയിൽ ഞാൻ മറ്റൊരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഭയങ്കരമായ ഒരു ആത്മമണ്ഡലം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവിടെ ഇരിക്കുന്ന പലരും വിടുതല പ്രാപിക്കുന്ന ഞാൻ ആത്മാവിൽ ദർശിച്ചു. സ്തോത്രം. എന്റെ ഭവനത്തിൽ നന്മകൾ എണ്ണുവാൻ സാത്താൻ എനിക്ക് അവകാശമില്ല. വിരോധമായി എഴുന്നേക്കുന്ന സാത്താൻ ഇന്നത്തെ മീറ്റിംഗിൽ പൊട്ടാൻ പോകുകയാ. നിന്റെ ഭവനത്തെ നോട്ടം വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ പൊട്ടാൻ പോകുകയാ. ഉടര ഹന്തുല റകൽക്കമന. സ്തോത്രം. നീ വാഴത്തില്ല, നീ ഉയരത്തില്ലെന്ന് നിനക്ക് വിരോധമായിട്ടുള്ള കൽപ്പനകൾ ദൈവം അത് മായ്ക്കുന്ന ഒരു വാഴ്ച വെളിപ്പാടി കാണുക. പലതിന്റെ കുടുംബത്തിൽ എണ്ണം കുറഞ്ഞു വരിക കേട്ടോ. പലതിന്റെ ആയുസ് കുറഞ്ഞു വരിക. സാത്താൻ എണ്ണമെടുത്ത് വെച്ചിട്ടുണ്ട്, മറക്കണ്ട. നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ ഭാര്യയെ തകർത്ത് കളയുവാൻ, നിന്റെ മക്കളെ തകർത്ത് കളയുവാൻ, നിന്റെ ആയുസിനെ കുറച്ചു കളയുവാനുള്ള സാത്താന്റെ വെല്ലുവിളികൾ യേശുവിൻ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുക. ഈ വചനം നിങ്ങൾ മറക്കത്തില്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഇത് പരിശുദ്ധന്റെ അകത്തോട്ട് കയറ്റുകയാ. ചിലതിന്റെ അകത്തോട്ട് ആത്മാവിന്റെ ശക്തി ഇറങ്ങുന്നത് ഞാൻ കാണുകയാ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇനി താഴോട്ടേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ വിശദീകരണത്തിലോട്ട് പോകുന്നില്ല കേട്ടോ. കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആമേൻ. സ്തോത്രം. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ എണ്ണരുതെന്ന് ദൈവം പറഞ്ഞു, എന്നാൽ എണ്ണാമെന്ന് ദൈവം പറഞ്ഞ ചില കാര്യങ്ങളും കൂടിയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എണ്ണരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നെഗറ്റീവിലും ഒരു പോസിറ്റീവ് ഉണ്ട്. ആമേൻ. എല്ലാ പോസിറ്റീവിനും ഒരു നെഗറ്റീവ് ഉണ്ട്. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. മനസ്സിലായില്ല? സ്തോത്രം. ആമേൻ. നിന്റെ ജീവിതം ഇന്ന് കയറ്റത്തിലാണെങ്കിൽ നീ ഇറക്കത്തിലോട്ട് വരാൻ പോകുക. ഇറക്കം നിന്റെ ജീവിതത്തിൽ തുടർന്ന് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കഷ്ടതയുണ്ടെങ്കിൽ ഒരു സ്തോത്രം, കഷ്ടതയിൽ നിന്ന് വിടുതലുണ്ട്. ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്. ഒരു അപമാനമുണ്ടെങ്കിൽ ഒരു മാന്യതയുണ്ട്. ആമേൻ. നിന്ദിക്കപ്പെട്ട ഹന്നയ്ക്ക് മാനിക്കപ്പെട്ട ഒരു ശമൂവേലിന് കിട്ടാൻ പോകുക. മനസ്സിലായില്ല? ആമേൻ. നീ എവിടെയെല്ലാമാണോ തലകായ്ത്ത് നടക്കേണ്ട വന്നത്, എവിടെയെല്ലാമാണോ സാത്താനാൽ എണ്ണപ്പെട്ടത്, അതിന്റെ അപ്പുറത്ത് മറ്റൊരു എണ്ണം ദൈവം തരാൻ പോകുക. വിശ്വാസത്തോടെ ഏറ്റെടുത്തോണം കേട്ടോ. പരിശുദ്ധന്മാർ ചിലരോട് സംസാരിക്കുക. ഇനി എന്തെല്ലാം എണ്ണരുതെന്ന് ഞാൻ പറഞ്ഞു. കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഇനി എന്തെല്ലാം എണ്ണാമെന്ന് ഞാൻ പറയാം. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 5-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 5-ാം വാക്യം. ആമേൻ. അവനെ പുറത്തു കൊണ്ടുവന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്നും അവനോട് കൽപ്പിച്ചു. ആമേൻ. മനസ്സിലായില്ല. ചിലരുടെ അകം കത്തിയിട്ടില്ല. ഞാൻ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ അബ്രഹാമിനോട് ദൈവം പറയും, അബ്രഹാമേ സ്തോത്രം, നീ എണ്ണണം. എണ്ണണം.
ഒന്ന്, ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണണം. ആമേൻ. 2, കടലിലേക്ക് പോയി കടൽക്കരയിലെ മണ്ണിനെ എണ്ണണം. നിനക്ക് എണ്ണി തീർക്കാൻ ഒക്കുവോടോ? എണ്ണി തീർക്കാൻ ഒക്കത്തില്ല. അതുപോലെ ഞാൻ നിന്നെ അങ്ങോട്ട് അനുഗ്രഹിക്കാൻ പോകുക. നീ എണ്ണേണ്ടത് സ്തോത്രം നിന്റെ പാരമ്പര്യത്തെയല്ല, നിന്റെ കഴിഞ്ഞ കാലങ്ങളെ കഷ്ടതയല്ല, നിന്റെ ജീവിതത്തിൽ ദുരിതങ്ങളെയല്ല, ഇന്നത്തെ സിറ്റുവേഷൻ അല്ല, നാളെ വരാൻ പോകുന്ന അനുഗ്രഹത്തെ എണ്ണാൻ നീ തയ്യാറായിക്കോ. എത്ര പേർക്ക് ഇതിന്റെ ആഴം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിന്നെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കാൻ പോകുക. കടൽക്കരയിലെ മണൽ പോലെ നിന്നെ വളർത്താൻ പോകുക. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഞാൻ ചിലതിനെ വളർത്തും. ഈ ദൂത് ഏറ്റെടുത്തോ. നിന്റെ കഴിവോ, നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയോ, നിന്റെ പോക്കറ്റിലെ പൈസയോ അല്ല. പുൽപ്പുറത്ത് ദാവീദിനെ ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്താൻ ശക്തനായ ദൈവം. ഉദര ഹതുര വൈഡമന ശന്തല വചനം കത്തുന്നല്ലോ, ആത്മമണ്ഡലം ചലിക്കുന്നല്ലോ, പരിശുദ്ധമാവിത ചിലതിന്റെ മേൽ ഇറങ്ങുന്നത് ഞാൻ കാണുകയാ. ഞാൻ നിന്നെ എണ്ണാൻ ഏൽപ്പിച്ചത് ശാപമല്ല, ഞാൻ നിന്നെ എണ്ണാൻ ഏൽപ്പിച്ചത് രോഗമല്ല, പിന്നെയോ നക്ഷത്രങ്ങളെ പോലെ നീ ശോഭിക്കാൻ പോകുകയാ. ഉടാമന ശന്തല റകൽക്കമന യേശുവിൻ നാമത്തിൽ ചിലതിന്റെ അവിശ്വാസത്തെ ഞാൻ ശാസിക്കുക, ചിലത് ലിമിറ്റേഷൻസിനെ ഞാൻ ശാസിക്കുക. ഉടല അരകൽക്കമന സന്തല വൈഡ ചിലർ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് ഇത്ര പറ്റത്തില്ലെന്ന് ദൈവം പറയുന്നു. എടാ നീ എണ്ണിക്കോ. എന്നാ എണ്ണണ്ടെന്നറിയാമോ? നിന്റെ ചെറിയ കുടിലിൽ നിന്ന് നീ വെളിയിലോട്ട് വന്നിട്ട് നീ നിന്റെ കണ്ണുകളെ ഉയരത്തിലോട്ടൊന്ന് ഉയർത്ത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വെളിപ്പാടുകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത രോഗശാന്തികൾ പരിശുദ്ധമ പറയുക. ചിലതിന്റെ കൈകൾക്കകത്ത് ഞാൻ ചില നന്മകൾ ഏൽപ്പിക്കാൻ പോകുകയാ. സ്തോത്രം. ചില നന്മകൾ ചിലതിന്റെ കൈകളിലോട്ട് പരിശുദ്ധമ ഏൽപ്പിക്കാൻ പോകുകയാ. ഉടര ഹതുര വൈഡമന ശന്തലാരകനം സ്തോത്രം. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഉടബലബലബല ശബ്ദലാരകൽക്കമന സകരജതൽക്കനാരകം. ആമേൻ സ്തോത്രം. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാനൊരു ദൈവശബ്ദം കേട്ടു. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പല സ്ഥലത്തും ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം എവിടെ എന്തൊക്കെ പറഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആമേൻ. അപ്പോൾ ഞാൻ കേട്ട ദൈവശബ്ദം എന്താണെന്ന് വെച്ചാൽ സ്തോത്രം, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്നുള്ളതാണ്. ആമേൻ ആമേൻ സ്തോത്രം. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ പാസ്റ്റർമാർ ആരുമില്ല. എൻ്റെ അപ്പൻ്റെ കുടുംബത്തിലും ഇല്ല, എൻ്റെ അമ്മയുടെ കുടുംബത്തിലും ഇല്ല പാസ്റ്റർമാർ ആരും. അപ്പോൾ എങ്ങനെയാണ് ദൈവവേല ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് ബൈബിൾ പ്രസംഗിക്കേണ്ടതെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. സ്തോത്രം. എല്ലാം നമുക്കറിയണം. ചെറിയ കാര്യത്തിൽ പോലും ഒരു വാഹനം ഡ്രൈവ് ചെയ്യണമെങ്കിൽ പഠിച്ചിരിക്കുന്ന ലൈസൻസും വേണം. അപ്പോൾ എനിക്ക് ലൈസൻസും ഇല്ല. ആമേൻ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തുമില്ല. അപ്പോൾ ഞാൻ വിശ്വാസത്താൽ അങ്ങോട്ട് കാലെടുത്ത് വെച്ചു. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് സ്തോത്രം, എൻ്റെ ഈ 16ാമത്തെ വയസ്സിലാണ്. അപ്പം കുറച്ച് സുവിശേഷ പ്രവർത്തകർ വന്നു. അപ്പൊ സുവിശേഷ പ്രവർത്തകർ അവിടെ യേശുവിൻ്റെ ഈ ഫിലിം എന്ന് പ്രദർശിപ്പിക്കുമായിരുന്നു. വലിയ പ്രൊജക്ടറൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ യേശുവിൻ്റെ സുവിശേഷവുമായിട്ട് അവർ പല പല സ്ഥലങ്ങളിലോട്ട് പോകും. എൻ്റെ വീടിൻ്റെ മുൻപിലും അവർ വന്നു. അപ്പം ഞങ്ങൾ പെന്തക്കോസ് കുടുംബമാണ്. അപ്പം ഞാൻ ആവേശത്തോടു കൂടെ അത് കാണാൻ പോയപ്പോൾ അവരൊരു പ്രൊജക്ടർ ഇങ്ങനെ കറക്കുന്നു. കറക്കി സെറ്റ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാൽ ഫിലിം അവിടെ കെട്ടിയിരിക്കുന്ന സ്ക്രീനെ വന്ന് സ്തോത്രം പതിഞ്ഞ് യേശുവിൻ്റെ ഫിലിം കാണാൻ. അവിടെ അന്നത്തെ സമയത്തൊന്നും TV ഇല്ല നമ്മുടെ ആ ഭാഗത്തൊന്നും. എല്ലാവരും അത്ഭുതത്തോടെ വന്ന് ജീസസ് ഫിലിം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ അകത്ത് എനിക്ക് തോന്നി ഇവരെ കൂടെ അങ്ങ് പോയാലോ, ഇവർ ഞങ്ങളുടെ നാട്ടിലുള്ള ആ കുറച്ച് സമയത്ത് ഇവരുടെ കൂടെ വേല ചെയ്യാൻ അങ്ങ് പോയാലെന്നൊരു ചിന്ത. ഞാൻ വീട്ടിൽ ചോദിച്ചു, അവർ പെർമിഷൻ തന്നു. അങ്ങനെ അവരുടെ കൂടെ ഞാനങ്ങ് പോയി. അമേൻ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ദേശം മുഴുവൻ അവർ പ്രൊജക്ടറും കൊണ്ട് പോകുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോകും. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറുതും സ്തോത്രം എല്ലാം പറഞ്ഞ കേൾക്കുന്ന എനിക്ക് അവരിട്ട് പണി തന്നു. കാരണം പ്രൊജക്ടറിന് കുറഞ്ഞൊരു 25 കിലോ ഭാരമുണ്ട്. ഇത് എന്നെ കൊണ്ട് ചുമപ്പിച്ചു. സ്തോത്രം. അമേൻ. അവർ കയ്യും വീശി നടക്കുമ്പോൾ ഞാൻ പ്രൊജക്ടറും പൊക്കിക്കൊണ്ട് നടക്കും. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള തെങ്ങയിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ, ഫ്ലെക്സ് പോലത്തെ ഒരു സാധനം കെട്ടണം, അതിന് കെട്ടാൻ വേണ്ടി ചാടിക്കയറുന്നത് ഞാനായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എനിക്ക് ദൈവവേല ചെയ്യാൻ അറിയത്തില്ല, പ്രസംഗിക്കുക ഇങ്ങനെയെങ്കിലും എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ അകത്ത് വന്നു. അങ്ങനെയാണ് എൻ്റെ വേല ഞാൻ ആരംഭിക്കുന്നത്. ആമേൻ. പിന്നെ പതുക്കെ എൻ്റെ ചർച്ചിൽ സ്തോത്രം പാടുവാനും സ്തോത്രം അവിടെയൊക്കെ പല ചെറിയ ചെറിയ അവസരങ്ങൾ കിട്ടി. അവിടുത്തെ CAയുടെയും സോണലിൻ്റെയും ഒക്കെ അവിടെ ഭാഗങ്ങളിലൊക്കെ ചെന്ന് അങ്ങനെയൊക്കെ വേല ആരംഭിച്ചു. ദൈവം പതുക്കെ എൻ്റെ സിറ്റുവേഷൻ മാറ്റി തുടങ്ങി. പ്രാർത്ഥനാ ജീവിതത്തിലോട്ട് കയറി. ഏകദേശം മണിക്കൂറുകൾ ദൈവസ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്കൊരു കൃപ തന്നു. അതിൻ്റെ ജീവിതത്തിൽ ദൈവം പറയുക, ചെറിയ ചെറിയ കാര്യങ്ങൾ നിസാരമായി കാണണ്ട, നാളത്തെ വലുതിൻ്റെ ആരംഭമാണെന്ന് പരിശുദ്ധ പറയുക. നീ നിസാരമെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നീ ചിലതിൽ എണ്ണാൻ തയ്യാറായിക്കോ. അമേൻ. നിന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നിന്നെ കണ്ടാൽ ആളുകൾ നിന്ദിക്കുന്നുണ്ടാകാം. പക്ഷെ നീ ആകാശത്തോടൊന്ന് നോക്ക്, നിന്റെ വെളിപ്പാടൊന്ന് വർദ്ധിക്കട്ടെ. അവിടെ നിനക്ക് നക്ഷത്രങ്ങളെ
ചേർക്കണം. നീ ഭൂമിയിലെ കരയിലേക്ക് നോക്ക്, മണലുണ്ടാക്കിയ മണൽ നോക്ക്, മണലിൽ നിനക്ക് എണ്ണാൻ പറ്റുമോ? അതുണ്ടാക്കിയ സ്രഷ്ടാവ് നിന്നോട് പറയുക, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു. പരിശുദ്ധന്മാർ ചിലരുടെ ദൂത് പറയുക, ഇന്നത്തെ ചെറിയ സിറ്റുവേഷൻ വലിയ നന്മയിലോട്ട് മാറാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്ത് ചെറിയ കാര്യങ്ങളെ വലുതിലോട്ട് ദൈവം മാറ്റാൻ പോകുക. ഉടമ അറകൽക്കമന സന്തര വൈഡാമാനം, യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന്റെ മുകളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുക. ആമേൻ. അവൻ അടുത്ത വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ആമേൻ. ഒന്നാമത് എന്ന എണ്ണണം നമ്മൾ അനുഗ്രഹത്തെ. രണ്ടാമത് നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ സ്തോത്രം 90-ാം അധ്യായം 12-ാം വാക്യം. ആമേൻ. അപ്പൊ എന്നാ രണ്ടാമത് എണ്ണേണ്ടത്? രണ്ടാമത് നമ്മുടെ നാളുകളെ എണ്ണണം. ആമേൻ. സ്തോത്രം. രണ്ട് രീതിയിൽ അതിനെ ഞാൻ വ്യാഖ്യാനിക്കാം. ഒന്ന്, നമ്മുടെ ആയുസ് ചെറുതാ, ഏറെയായ 80. അതിന്റെ ഇടയിൽ ചിലതിൽ എണ്ണാൻ നീ തയ്യാറായിക്കോണം. ആമ, ഇന്ന് ഞാൻ കർത്താവിനോട് എന്നാ ചെയ്തു? ഓ, ഇന്ന് ഈ സൂം മീറ്റിംഗിൽ രാവിലെ നീ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ റെക്കോർഡിന്റെ അകത്ത് കയറിക്കൊണ്ടിരിക്കുക. ഓ, നീ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നാളുകൾ എണ്ണുകയാ. എന്റെ കാലം കഴിയുന്നതിന് മുന്നമേ ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കണം. ഏലിയാവ് പറഞ്ഞു, എന്റെ കാലം കഴിയുന്നതിന് മുന്നമേ ഞാൻ ഒരു എലീശ എഴുന്നേൽപ്പിക്കും. എന്റെ കാലം കഴിയുന്നതിന് മുന്നമേ, ഓ സ്തോത്രം, പരിശുദ്ധമ പറയുക, നീ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. എന്റെ നാളുകളെ ഞാൻ എണ്ണുകയാ. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറയാം. സ്തോത്രം. അത് പറയുമ്പോൾ നിങ്ങൾ കത്തണം കേട്ടോ. എബ്രായ ലേഖനം 11:11. അപ്പൊ നീ എന്നാ എണ്ണണം എന്നറിയാമോ? ദൈവം വിശ്വസ്തരെന്ന് എണ്ണണം. ഈ ദാവീദിന് വല്ല പണിയുണ്ടോ ജനത്തെ എണ്ണാൻ? മനസ്സിലായില്ല. ഇതെല്ലാം എണ്ണേണ്ട സ്ഥാനത്ത് പോയിട്ട് ദാവീദ് എണ്ണ ചെയ്യുക, അഹങ്കാരം കാണിക്കുക. നീ എണ്ണേണ്ടത് ദൈവം വിശ്വസ്തൻ. ദാവീദേ, 5 ലക്ഷം പേരാ നിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിനെ 10 ലക്ഷമാക്കാൻ എനിക്ക് പറ്റും. നീ അതിന്റെ പിറകെ പോകണ്ട. വർദ്ധിപ്പിക്കുന്നത് ദൈവമാ, മനുഷ്യനല്ല. ഓ, വർദ്ധനവ് തരുന്നത് ദൈവമാ. നിന്റെ അക്കൗണ്ടിന്റെ അകത്ത് 0 ബാലൻസ് ആണോ, മൈനസ് ആണോ, ദൈവം അതിനെ പ്ലസ് ആക്കാൻ പോകുക. എത്ര വിശ്വസിക്കുന്നു? നീ എണ്ണണ്ടെന്ന് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമെല്ലാം നിന്നെ പിന്തുടരാൻ പോകുകയാ. ഓ, നീ അമേരിക്കയിലായിരുന്നാലും, ഓസ്ട്രേലിയയിലായിരുന്നാലും, ഓ ആഫ്രിക്കയിലായിരുന്നാലും, അത് ഇന്ത്യയിലായിരുന്നാലും, അവിടങ്ങളിൽ നീ ചിലതിൽ എണ്ണാൻ തയ്യാറായിക്കോ. എന്താ എണ്ണണ്ടെന്നറിയാമോ? ദൈവം വിശ്വസ്തൻ. എന്റെ ദൈവം വിശ്വസ്തൻ. എത്ര പേര് പറയും എന്റെ ദൈവം വിശ്വസ്തനാണ്? ഓ, അവൻ എന്റെ ഉപനിധിയാണ്. എന്നെ അവസാനത്തോളം കാക്കാൻ ശക്തനായ ദൈവമാണ്. എന്റെ അപ്പനും അമ്മയെക്കാളും എന്നെ സ്നേഹിക്കുന്ന ദൈവം, എന്റെ സഹോദരനെക്കാളും എന്നെ സ്നേഹിക്കുന്ന ദൈവം, ഓ എനിക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്ന ദൈവം. ദൈവത്മാവനോട് പറയാൻ പറഞ്ഞു കേട്ടോ, നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു കിടക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഓ, ആർക്കും അടക്കാൻ പറ്റാത്ത. കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പോയി. അപ്പൊ ഞാൻ പ്രസംഗിച്ചിങ്ങനെ ആത്മാവിൽ കത്തിക്കേറിയപ്പം ഞാൻ ഒരു പ്രവചനം പറഞ്ഞു. ആ പ്രവചന പ്രകാരമായിരുന്നു, 100-ൽ പരം പേരുടെ മുമ്പിൽ നിങ്ങൾ നിന്ന് സ്തോത്രം വചനം പ്രസംഗിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ട് സ്തോത്രം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ പോയി, അവരും വീട്ടിൽ പോയി. സ്തോത്രം ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വോയിസ് മെസ്സേജ് വരുന്നുണ്ട് വാട്സപ്പിൽ. പാസ്റ്റർ, പ്രവചനം നടന്നെന്ന്. സ്തോത്രം. ആമേൻ. ഞാൻ ഏത് പ്രവചനം? അവർ പറഞ്ഞു, 100-ൽ പരം പേരുടെ മുൻപാകെ ആദ്യമായിട്ട് ഞാൻ നിന്നു വചനം പറഞ്ഞെന്ന്. ആമേൻ. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാരണം എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നേ. സ്തോത്രം. ഒന്നും അസാധ്യമല്ല. നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് സ്തോത്രം വേണ്ടാത്ത ചില കടവാരത്തെ കുറിച്ച് എണ്ണിക്കൊണ്ടിരിക്കുക. ആമേൻ. നമ്മൾ കടവാർത്ത എണ്ണുക. അവൻ ജോലിയിലെ പ്രതിസന്ധി എണ്ണിക്കൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞു, എൻ്റെ ദൈവം വിശ്വസ്തനാ. ആമേൻ. അവൻ എന്നെ എണ്ണുന്നതെന്നറിയാമോ? എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും ചിലത് പറയാറുണ്ട്, അയ്യോ എൻ്റെ സമയം കഴിഞ്ഞു പോയല്ലോ, ഇനി നടക്കത്തില്ലല്ലോ. ഓ സ്തോത്രം. പരിശുദ്ധം പറയുക, പ്രായം കഴിഞ്ഞിട്ടും ശക്തി പ്രാപിച്ചു. ഓ, ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക. സമയം കഴിഞ്ഞാലും തക്ക സമയത്ത് ഓ ദൈവം നിനക്ക് വേണ്ടി ചിലതൊക്കെ പകരുക. പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചെന്ന് ഓ ഡോക്ടർമാർ പറഞ്ഞു നടക്കത്തില്ലെന്ന്, ഓ മെഡിക്കൽ സയൻസ് പറഞ്ഞു നടക്കത്തില്ലെന്ന്, ശാസ്ത്രം പറഞ്ഞു നടക്കത്തില്ലെന്ന്. പക്ഷേ സാറ് പറയുക, ഇല്ല, ഞാൻ ശക്തി പ്രാപിക്കാൻ പോകുക. കാരണം ഉയരത്തിൽ ഒരുവന്റെ വാക്തത്വം എന്റെ മേൽ ഇറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എണ്ണുകയാ. എന്താ എണ്ണുന്നറിയാമോ? അവൻ വിശ്വസ്തൻ. അമേൻ, അമേൻ, സ്തോത്രം. അവൻ വിശ്വസ്തൻ, അവൻ വിശ്വസ്തൻ, അവൻ വിശ്വസ്തൻ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവം വിശ്വസ്തൻ. ആരൊക്കെ വിശ്വസിക്കുന്നു? എന്റെ ദൈവം വിശ്വസ്തനാ. ഓ സ്തോത്രം. അവൻ എന്നെ വേദികളിൽ നിർത്താൻ പോകുകയാ. അവൻ എന്നെ സമൂഹത്തിൽ മാന്യനാക്കാൻ പോകുകയാ. ഓ എന്റെ നിന്ന ഉരുട്ടി മാറ്റാൻ പോകുകയാ.
ഉടര വൈഡ മാന ശംദല രഗൽക്കമന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വെല്ലുവിളിയാണെങ്കിൽ ഇന്നത്തെ ദിവസം ദൈവമേ വെല്ലുവിളി മാറ്റാൻ പോകുക. ഉടാരകൽക്കമന ശമന ജമന ഹദുര ജഗൽക്കമന യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. സ്തോത്രം. ആമേൻ. നമുക്ക് താഴോട്ട് വരാം. സ്തോത്രം. എൻ്റെ സമയം മുന്നോട്ട് പോകുന്നു, കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാനൊരു വലിയ ബോംബ് പൊട്ടിക്കാൻ പോകുകയാണ്. എന്ന് വെച്ചാൽ ഒരാൾ സ്തോത്രം വലിയൊരു നന്മ നഷ്ടപ്പെടുത്തിയാൽ എന്നാ സംഭവിക്കും? ദാവീദ് ഒരു വലിയ തെറ്റ് ചെയ്തു, എന്നാ സംഭവിച്ചെന്ന് നമുക്ക് താഴോട്ട് കാണാം. ആമേൻ. ഓക്കെ, 1 ദിനവൃത്താന്തം 21 അധ്യായം 4 വാക്യത്തിലോട്ട് വരാം. 1 ദിനവൃത്താന്തം 21 അധ്യായം 4 വാക്യം. 1 ദിനവൃത്താന്തം 21:4. എന്നാൽ യോബാബ് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് യോബാബ് പുറപ്പെട്ടു എല്ലാ ഇസ്രായേലിലും കൂടി സഞ്ചരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. ആമേൻ. 6 വാക്യം കൂടി വായിക്കോ. 6 വാക്യം കൂടി. 6. എന്നാൽ രാജാവിന്റെ കൽപ്പന യോബാബിന് വെറുപ്പായിരുന്നത് കൊണ്ട് അവൻ ലേവിയെയും ബെന്യാമീനെയും അവരുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. കണ്ടില്ലേ, ഞാൻ അതല്ലേ ആദ്യം പറഞ്ഞത്. യോവാബിന് വെളിവുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. യോവാബിന് നല്ല വെളിവുണ്ട്. സ്തോത്രം. പക്ഷെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ ഭയങ്കരമാണെന്ന് കരുതുന്ന പലരും സ്തോത്രം ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കരുത്. മനസ്സിലായില്ല. പണ്ട് ഒരു 14 വയസ്സുള്ള ഒരു പയ്യൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൺവെൻഷൻ പ്രസംഗം നടക്കുന്നത് കണ്ടു. ആ കൺവെൻഷൻ പ്രസംഗത്തിന് അദ്ദേഹം പോയിട്ട് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു, യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നിങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു, ഇന്ന് യേശു സ്നാനപ്പെട്ടതുപോലെ സ്നാനപ്പെടാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ 14 വയസ്സുള്ള പയ്യനെ മുന്നോട്ട് പോയി. അവൻ സ്നാനപ്പെട്ടു. ഇവൻ സ്നാനപ്പെട്ട് വീട്ടിൽ വരുന്നതിന് മുന്നമേ ഇവൻ്റെ അപ്പൻ അറിഞ്ഞു ഇവൻ സ്നാനപ്പെട്ടെന്ന്. അപ്പൻ നല്ല പുളിമരത്തിൻ്റെ വടി എടുത്തു വെച്ചു. അവരൊരു അക്രൈസ്തവ കുടുംബ. ഇവൻ വീട്ടിലെത്തിയോടെ അടി തുടങ്ങി. വീട്ടിൽ കയറുന്നതിന് മുന്നേ അടിയാ. ഇവൻ ഉറക്കം നിലവിളിക്കുക, അയ്യോ അപ്പാ ഞാൻ സ്നാനപ്പെട്ടു, എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ്. അവസാനം അവൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു ബുദ്ധി കൊടുത്തു. എന്താണെന്നറിയാമോ? അടി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പാ ഒരിക്കൽ സ്നാനപ്പെട്ടു, ഇനി ഞാൻ ഒരിക്കലും സ്നാനപ്പെടത്തില്ലെന്ന്. മനസ്സിലായില്ല. ഇനി ഒരിക്കലും. അപ്പം പറഞ്ഞു, നീ പറഞ്ഞ സത്യമാണോ? അപ്പോൾ സത്യം, ഇനി ഒരിക്കലും സ്നാനപ്പെടത്തില്ല. അടി നിർത്തി. എന്ന് വെച്ചാൽ നമ്മുടെ മുകളിലുള്ളവർ നമ്മളെ അടിക്കുമെന്ന് വിചാരിച്ച് നീ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കരുത്. മനസ്സിലായില്ല. എടാ, ദാവീദ് എണ്ണാൻ പറഞ്ഞാൽ യോവാബേ നീ സൂക്ഷിച്ചോണം. ചിലർ പറയുന്നത് എൻ്റെ അപ്പം പറഞ്ഞതുപോലെ ഞാൻ കേൾക്കത്തില്ല മോനെ, നരകത്തിലൊരു സീറ്റ് നിനക്കൊണ്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലർ പറയാറുണ്ട്, എൻ്റെ ചർച്ചിലെ കമ്മിറ്റി പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തിന് മാറത്തില്ല, എൻ്റെ മോനെ കമ്മിറ്റിക്കാർക്ക് സ്തോത്രം നരകത്തിലൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്, നീ അവിടേക്ക് പൊക്കോ. നമ്മുടെ മുകളിലുള്ളവർ പറഞ്ഞ് പാപത്തിന് നിൽക്കരുത്. ഇതൊക്കെ ആഴമേ മർമ്മങ്ങളാ. എൻ്റെ അപ്പം പറയുന്നതും എൻ്റെ അമ്മ പറയുന്നതും എൻ്റെ സഭയിലെ പാസ്റ്റർ പറയുന്നതിൽ എനിക്ക് കാര്യം. എൻ്റെ യേശു എന്ത് പറഞ്ഞു? അതുകൊണ്ട് പത്രം ചോദിച്ചത്, മനുഷ്യരെക്കാൾ ദൈവത്തെക്കാൾ മനുഷ്യരനുസരിക്കുന്ന ഉചിതമോ? യോവാബ് പറഞ്ഞു, ഞാൻ എണ്ണത്തില്ല രാജാവേ, എനിക്ക് വെറുപ്പാ നിന്നെ. നീ ഇസ്രായേലിന്റെ രാജാവായിരുന്നാലും ഞാൻ എണ്ണത്തില്ല. കാര്യം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. ചില അനുഗ്രഹിക്കപ്പെട്ട ആരൊക്കെയോ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ പലപ്പോഴും നടക്കാതെ പോയത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതൊക്കെ ലേവലുള്ളത് കൊണ്ടല്ലേ എന്നെ ദൈവം ഇതുപോലെ അനുഗ്രഹിച്ചത്. ആരൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക. നീ ആരുടെയൊക്കെ കണ്ണുനീരാ ഇന്നത്തെ രാവിലെ സൂം മീറ്റുകൾ നീ കയറിയിരിക്കുന്നതെന്ന് മറക്കണ്ട. ഉടമ രകൽക്കമന ആരുടെയൊക്കെ നിലവിളിയാ. ആരൊക്കെ നിനക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ദൈവത്തോടെ എണ്ണിയത് കൊണ്ട് എണ്ണം വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് നീ ഇന്നും ഭൂമി ശേഷിക്കുന്നത്. ഉടാമന ശംദല രകൽക്കമന യേശുവിൻ നാമത്തിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ചലിക്കുക. യോവാബിന് വെറുപ്പായിരുന്നുണ്ട്, യോവാബ് എണ്ണിയില്ലെന്ന്. അമേൻ, അമേൻ. യോവാബ് എണ്ണിയില്ല. താഴോട്ട് വരുമ്പോൾ സ്തോത്രം ഇങ്ങോട്ടേക്ക് വരികയാണ്. സ്തോത്രം. ഈ 1 ദിനവൃത്താന്തം 21 അധ്യായം 7 വാക്യം വായിക്കാവോ? കാരണം സമയത്തിന് ഇസ്രായേലിനെ ബാധിച്ചു. ഈ ബാധിക്കുക എന്ന് വെച്ചാൽ ആഴമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ആമേൻ. നമുക്കൊരു വാക്യം വായിക്കണം കേട്ടോ. ഈ ബാധ എന്ന് വെച്ചാൽ സ്തോത്രം അതിൻ്റെ ആഴം മനസ്സിലാക്കണം. ഈ 1 ശമൂവേൽ 16 അധ്യായം 14 വാക്യം വായിക്കാമോ? 1 ശമൂവേൽ 16:14. പലപ്പോഴും ചിലരിൽ നിന്നും വേണ്ടാത്ത രീതിയിലുള്ള ഇടപാടുകൾ നീ അനുഭവിക്കുന്നെങ്കിൽ ഓർത്തോ, അവൻ്റെ അകത്തൊരു ദുരാത്മാവുണ്ട്. മനസ്സിലായില്ലല്ലേ? സ്തോത്രം. പലപ്പോഴും സ്തോത്രം കുന്തമെടുത്ത് നിന്റെ പിറകെ വരുന്നവൻ ആത്മാവുള്ളവനല്ല, അവൻ ദുരാത്മാവുള്ളവനാ. അവൻ്റെ അകത്തൊരു ബാധ ഇരിക്കയാ.
ഉടരാജകൽക്കമന, നിന്റെ ജോലി സ്ഥലങ്ങളിൽ, നീ പോകുന്ന ഇടങ്ങളിൽ നിന്റെ പിറകെ ആരെങ്കിലും വരുന്നുണ്ടോ? യഹോവ വാദിച്ചടാ, ദുരാത്മാവ് വാദിച്ചടാ, അതിനെ അങ്ങോട്ട് മാറ്റി നിർത്ത്. പക്ഷെ എൻ്റെ മേൽ അങ്ങനെയുള്ള ബാധ വേണ്ട. സ്തോത്രം. എൻ്റെ മേൽ അങ്ങനെയുള്ള, ഇനി ഞാൻ വാക്യം വായിക്കുന്നില്ല കേട്ടോ, ഒരു കാര്യം പറയാം. അങ്ങനെ സാത്താൻ ഇയ്യോബിനെ ബാധിച്ചു, ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കാൽ ബാധിച്ചു. എന്നാ ഇയ്യോബിന്റെ, അപ്പൊ ചിലർ പറയണ രോഗമാണെങ്കിൽ സാരമില്ല ബ്രദറെ, അത് കർത്താവിന്റെ വരവെങ്കിൽ രോഗമെല്ലാം പോകും. എൻ്റെ പൊന്നെ, നീ ആ ബാധയും കൊണ്ട് അവിടെ ഇരുന്നോ? എന്നാ സ്തോത്രം. രോഗമാണെങ്കിൽ സാരമില്ല ബ്രദറെ, കർത്താവിന്റെ വരവെങ്കിൽ എൻ്റെ രോഗമെല്ലാം പോകുന്നു. എൻ്റെ പൊന്നെ, ഇയ്യോബിനെ ബാധിച്ചത് സ്തോത്രം എന്നാ സാത്താനാ. അതുകൊണ്ടാണ് ഓട്ടിൻ കഷ്ടം ചൊരണ്ടിക്കൊരു, ചിലർക്ക് ഓട്ടിൻ കഷ്ടം ചൊരണ്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇന്നത്തെ മീറ്റിംഗ് ഞാനൊരു ദൂത് പറയാം. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് കണ്ട ബാധ പിടിച്ചിരിക്കാനല്ല. എത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിലായി? നിന്റെ ബാധയെ, നിന്റെ വ്യാധി അവൻ ഏറ്റെടുത്തു, നിന്റെ രോഗത്തെ അവൻ സൗഖ്യമാക്കി. അവന്റെ അടിപ്പണലുകളാണ് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പിന്നെ എന്തിനാ ഈ വചനം എഴുതി വെച്ചിരിക്കുന്നേ? രോഗം പിടിച്ചോണ്ടിരിക്കാനാണോ? ഓ സ്തോത്രം. നിന്റെ തലമുറകളെ പിന്മാറ്റം പിടിച്ചോണ്ടിരിക്കാനാണോ? എന്റെ മേൽ ബാധ ഇരിക്കത്തില്ല. എന്റെ ബാധയെ വിടിവിക്കുന്ന സർവശക്തൻ എന്റെ കൂടെയുണ്ട്. യേശു 30 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. യേശുവിന് BP ഇല്ലായിരുന്നു, ഷുഗറും ഇല്ലായിരുന്നു, കൊളസ്ട്രോളും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. വിശ്വസിക്കാൻ വേണ്ടി പറയുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. ആര് വിധിക്കുകയല്ല, ആര് കുറ്റം പറയുകയല്ല. ഇത് അകത്ത് കത്തുമ്പോൾ ചിലരെങ്കിലും സൗഖ്യം പ്രാപിച്ചെങ്കിൽ അതെന്റെ ദൈവത്തിനൊരു മഹത്വം. ഉടാമന അറകൽക്കമന. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞു, രാത്രി 9 മണിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ കരച്ചലിന്റെ വക്കത്ത്, എന്നും എൻ്റെ മീറ്റിങ്ങുകൾക്ക് കയറുന്ന ഒരു വ്യക്തിയാ, കരച്ചലിന്റെ വക്കത്താ പാസ്റ്ററെ, സ്തോത്രം, ഞാൻ മരിക്കാൻ പോവാ. ഞാൻ എന്നാ പറ്റി? ഒരു പ്രത്യേകതര പനി ബാധിച്ചിരിക്കുക. അമേൻ. നിങ്ങളുടെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഉടൻ അവരവിടെ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. അത് ഇപ്രകാരമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മകൾ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. സ്തോത്രം. പെട്ടെന്ന് അവരുടെ മുഖത്തെ ഇരുട്ട് മാറി, ഒരു പ്രകാശം അവരുടെ മുഖത്തേക്ക് കടന്നു വന്നു. ഓ, അവർ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് കഞ്ഞിയുടെ ഒരു സ്പൂണ് കഞ്ഞിവെള്ളം അവർ കുടിച്ചു. ഒരാഴ്ചക്കകത്ത് അവർ വന്ന് സാക്ഷ്യം പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. ഓ ഉടരാ സ്തോത്രം. അവൻ്റെ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ BP കൊണ്ട് ഞാൻ മരിക്കത്തില്ല, ഷുഗർ കൊണ്ട് ഞാൻ മരിക്കത്തില്ല. എൻ്റെ ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ആ മെഡിക്കൽ സയൻസിന്റെ തീരുമാനങ്ങളെ മാറ്റുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുക. യാതൊരു രോഗവും ഇനി നിന്റെ മേൽ വരികയില്ല. താഴോട്ട് വായിക്കാം. അതുകൊണ്ട് ഈ യഹോവ ഇസ്രായേലിനെ ബാധിച്ചു. പുറപ്പാട് പുസ്തകം 12:13. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. നിങ്ങൾ അനേക ബാധകളെ കുറിച്ച് കേൾക്കും, യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും. ഓ, ചില രാജ്യങ്ങൾ തകർന്നു മാറുന്നത് നിങ്ങൾ കാണും. ഓ, ചില ഭരണാധികാരികൾ കൊല്ലപ്പെടുന്നത് നിങ്ങൾ കാണും. പക്ഷെ മിസ്രയീമിനെ ബാധിക്കുന്ന ബാധയൊന്നും എൻ്റെ ജനത്തെ ശേഷിക്കയില്ല. കാരണം രക്തം അടയാളമാകുമ്പോൾ ഓ സംഹാരദൂതൻ അത് വിട്ട് ഒഴിഞ്ഞു പോകാൻ പോകുക. അതൊക്കെ പരിശുദ്ധന്മാർ പറയുന്നു. സ്തോത്രം. നിന്റെ മക്കളുടെ മേലുള്ള ശാപങ്ങൾ പൊട്ടാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ മേലുള്ള കെട്ടുകൾ പൊട്ടാൻ പോകുകയാ. ചില പൈശാചിക മണ്ഡലങ്ങൾ, ജനത്തിന്റെ നന്മകളെ തടയുന്ന ദുരാത്മ കേന്ദ്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒഴിഞ്ഞു മാറുന്ന വെളിപ്പാട് ഞാൻ കാണുക. ഇസ്രായേലേ, നീ ദൈവത്തിന്റെ ഓമനപുത്രൻ. ഓ ദൈവത്തിന്റെ ഓമനപുത്രനാ, നിന്റെ മേലത് വെളിപ്പെടത്തില്ല. യേശുവിൻ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു. എന്നൊരു വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം. അങ്ങനെ ദൈവിക ന്യായവിധി ആ കുടുംബത്തിലോ അവിടെ കടന്നു വന്നു. ഈ ദാവീദ് പാപം ചെയ്തപ്പോൾ സ്തോത്രം ദൈവത്തിന്റെ ന്യായവിധി ഇസ്രായേലിന്റെ മേൽ വന്നു. അങ്ങനെ ദൂതൻ ഇറങ്ങി നാശം വിതച്ചു. ഈ നാശം വിതക്കാൻ ദൂതൻ ഇറങ്ങി എവിടെയാണെന്നറിയാമോ? ഒർന്നാന്റെ കളത്തിലാണ്. ഇത് കണ്ടപ്പം ഒർന്നാൻ പേടിച്ചു. ഈ എപ്പോഴും പ്രാർത്ഥന ഈ ബോവാസുമാണ് ഒർന്നാൻ. എൻ്റെ ഭാഷ പറയുക, എപ്പോഴും ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിക്കുന്നവനാണ് ഒർന്നാൻ. അതുകൊണ്ടാണ് ഗോതമ്പ് മെതിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടത്. ഈ മിദ്യാനയുടെ കയ്യിൽപ്പെടാതെ ഗിദെയോൻ മെതിച്ചു കൊണ്ടിരിക്കുന്ന മുന്തിരി ചക്കിനെതിരെ മെതിച്ച കാര്യം നിങ്ങൾക്കറിയാം. അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക ഒർന്നാൻ. എൻ്റെ വിടുതൽ എപ്പോൾ നടക്കും? എൻ്റെ മക്കൾ എന്ന് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബത്തിലെ ശാപം എന്ന് മാറും എന്നൊക്കെ അകത്തളങ്ങളിൽ ആയമേറെ തീരുമാനത്താൽ പ്രാർത്ഥനയോടുകൂടെ അവൻ മെതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ കണ്ടു ദൂതൻ ഇറങ്ങുന്നത്. അവൻ പേടിച്ചൊളിച്ചു. ഞാനൊരു ദൂത് പറയാം. ഒർന്നാനെ, ഈ ദൂതൻ നിന്നെ തകർക്കാനല്ല. അമേൻ. ഇത് ദാവീദിന്റെ ശിക്ഷാവിധിയാ.
ഒരു ഭാഗത്ത് ന്യായവിധി നടക്കുമ്പോൾ മറുഭാഗത്ത് ദൈവത്തിന്റെ ന്യായം വെളിപ്പെടാൻ പോകുകയാ. മനസ്സിലായില്ല? നീ അകത്തളങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഓ സ്തോത്രം, ചില സ്ഥലങ്ങളിൽ ശാപം നടക്കുമ്പോൾ എന്റെ ഭവനത്തിൽ ദൂതനിറങ്ങുന്നത് ശപിക്കാനല്ല. അതുകൊണ്ട് നീ ഒളിക്കണ്ട, നീ വെളി വരാൻ പോകുകയാ. ആരൊക്കെ ഒളിച്ചിരിക്കുന്നല്ലോ? ആമേൻ. പരിശുദ്ധന്മാരെ, നീ വെളി വരാൻ സമയമായി. ഓ, നിന്റെ കുടുംബം വെളി വരാൻ സമയമായി. ചില ഒർണ്ണാന്മാർ വെളി വരുന്ന ആത്മാവിൽ ഞാൻ കാണുകയാ. പറഞ്ഞു ഒർണ്ണാൻ തിരിഞ്ഞേച്ച് പറയുക, മോനെ ഓടിക്കോടെ, ദൂതൻ ഇറങ്ങുന്നു. ഒർണ്ണാനെ നീ ഓടണ്ട, ഈ ദൂതൻ ദാവീദിന്റെ ന്യായവിധിയും നിന്റെ വിടുതലുമാ. ഓ സ്തോത്രം. ആ രാജ്യത്തെ രാജാവ് കത്തിച്ച തീയുണ്ടല്ലോ, ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ന്യായവിധിയുടെ തീയല്ല, അതൊരു ഉണർവിന്റെ തീയാ. ചിലതിന് ന്യായവിധി, ചിലതിന് ഉണർവ്, ചിലതിന് ശാപം, ചിലതിന് അനുഗ്രഹം. യേശുവിൻ നാമത്തിൽ ചില ഒർണ്ണാന്റെ കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ഇത് നോക്കുമ്പോൾ ഒർണ്ണാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒർണ്ണാൻ നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നു. ദാവീദ് രാജാവും അനുചരന്മാരും തന്റെ കളത്തിലോട്ട് വരുന്നു. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി സ്തോത്രം ദാവീദിനെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പത്രത്തിലൊക്കെ ഫോട്ടോ കാണാറുണ്ട് ദാവീദിന്റെ. നേരിട്ട് കണ്ടിട്ടില്ല. ഈ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ തേടി വരുന്നു. ആരുടെയൊക്കെ പരിശുദ്ധമ പറയുകയാ, എന്താണെന്നറിയാമോ? നിന്നെ തേടി ചില നന്മകൾ വരാൻ പോകുകയാ. ഓ സ്തോത്രം, സ്തോത്രം. നിന്നെ തേടി ചില നന്മകൾ വരാൻ പോകുകയാ. നീ മെതിച്ചു കൊണ്ടിരിക്കുകയല്ലേ പ്രാർത്ഥന റൂമിന്റെ അകത്ത് ഉപവാസത്താൽ? ഇതാ ചില രാജാക്കന്മാർ നിന്റെ വീട്ടിലോട്ട് കയറി വരാൻ പോകുകയാ. ചില ഉന്നതന്മാർ നിന്റെ ഭവനത്തോട്ട് കയറി വരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഒർണ്ണാനേ, നിന്റെ കളം ചരിത്രമായി മാറാൻ പോകുന്നു. നിന്റെ കളം ഒരു ചരിത്രമായി മാറാൻ പോകുകയാ. നിന്റെ ഭവനം ഒരു അനുഗ്രഹമെന്ന് ലോകം അറിയാൻ പോകുന്നു. ഓ ദാവീദ് വന്നേച്ച്, ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്റെ വീട്ടിലോട്ട് വന്നാൽ ഞാൻ എന്നാ ഏത് കസാര കൊടുക്കും? ആമേൻ, ആമേൻ. ഏത് കസാര കൊടുക്കും? സ്തോത്രം. ഓ അമേരിക്കയുടെ പ്രസിഡന്റ് എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ എന്നാ ചെയ്യും? പോട്ടെ, നമ്മുടെ നാട്ടിൽ MP വന്നാൽ പോലും നമ്മൾ മുണ്ടിന്റെ മടിക്കുത്ത് അയച്ചത് ബഹുമാനത്തോട് മാറി നിൽക്കത്തില്ല. വലിയ വലിയ ആളുകൾ. ഒർണ്ണാൻ എന്നാ ചെയ്യേണ്ടെന്ന് ഒരു പിടിയുമില്ല. ഒർണ്ണാൻ വിറച്ചു കൊണ്ട് പറഞ്ഞു, രാജാവ് എന്നാ വേണം? രാജാവ്, നിന്റെ കളം എനിക്ക് വേണം. സ്തോത്രം, സ്തോത്രം. ഇതുവരെ വിൽക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. കാശിന് ഭയങ്കര ബുദ്ധിമുട്ടാ. ഇതുവരെ വിൽക്കാൻ നോക്കിയിട്ട് ഈ ലാൻഡ് നടക്കുന്നില്ല. മക്കളെ, മോനെ MBBS പഠിപ്പിക്കണം താല്പര്യം, കാശില്ല. ഈ സ്ഥലമാണെങ്കിൽ ആർക്കും വേണ്ട. സ്ഥലം മുഴുവൻ പാറയാ, കൃഷി ചെയ്താൽ നടക്കത്തില്ല. അതുകൊണ്ട് ഇതെന്നാ ചെയ്യണം എന്നറിയാതെ പുള്ളി ഉപവാസവും പ്രാർത്ഥനയാ. അപ്പോഴാണ് ദാവീദ് വർദ്ധിച്ച് പറയുക, മോനെ ഒർണ്ണാനെ, നീ എനിക്കത് കാല് പിടിക്കുക, നീ എനിക്കത് തരുവാടാ. കാരണം ഒന്നിന്റെ ക്ഷീണം മാറിയിട്ടില്ല. വേണമെങ്കിൽ തട്ടിപ്പറിച്ചെടുക്കാം. അടുത്ത ന്യായവിധി പേടിച്ചിട്ട് ദാവീദ് കാല് പിടിക്കാൻ വന്നിരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, സ്തോത്രം. ഉന്നതന്മാർ വണങ്ങും. ഓ സ്തോത്രം, ഉന്നതന്മാർ വണങ്ങും പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ. ഓ സ്തോത്രം. മലകളെ, കുന്നുകളെ, ശെരൂബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി മാറാൻ പോകുകയാ. ഓ ചില പർവ്വതങ്ങൾ നിന്റെ മുന്നിൽ വണങ്ങാൻ പോകുകയാ. കുന്നുകളും പർവ്വതങ്ങളും നിന്റെ മുന്നിൽ തുള്ളിച്ചാടുന്നത് നീ ആത്മാവിൽ ഞാൻ കാണുകയാ. സ്തോത്രം. ആമേൻ. ദാവീദ് വന്നിച്ച് പറയുക, ഈ സ്ഥലം എനിക്ക് വേണം. അപ്പൊ ഒരെണ്ണം പറഞ്ഞ, ആർക്കും വേണ്ടാത്ത സ്ഥലമാണ്, രാജാവ് ഫ്രീ ആയിട്ട് എടുത്തോ. അപ്പം എൻ്റെ ദൈവത്തിന് യാഗം കഴിക്കണം. എന്നിട്ട് സ്തോത്രം ഫ്രീ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ തൻ്റെ തല പോകുമെന്ന് പേടിച്ചിട്ടാണ് ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. കാശിന് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, ഫ്രീ ആയിട്ടൊന്നും വേണ്ട മോനെ, ഒന്നിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അതുകൊണ്ട് നീ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? സ്തോത്രം, മുഴുവിലക്ക് എനിക്ക് തരണം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു രാജാവ് ഒരു സാധനം തരുമ്പോൾ അദ്ദേഹത്തിന് സ്റ്റാൻഡേർഡ് ഉണ്ടെന്നേ. ആ സ്റ്റാൻഡേർഡിന് താഴെ കൊടുക്കത്തില്ല. താഴോട്ട് പറയുന്നു, സ്തോത്രം, എന്നെ എന്താ പറയുക, ഒർണ്ണാൻ ദാവീദിനോട് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ എത്ര 600 ശേക്കൽ പൊന്ന് ഒർണ്ണാന് കൊടുത്തെന്ന്. 600 ശേക്കൽ പൊന്ന്. ആമേൻ. 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ടാണ് യൂദാസ് യേശുവിന് ഒറ്റിക്കൊടുത്തത്. 300, അത് എത്ര വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ 600 ശേക്കൽ പൊന്നിൻ്റെ വില എന്നാ? മനസ്സിലായില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ തേടി ചില നന്മകൾ വരാൻ പോകുക കേട്ടോ. നിന്റെ വീട് പണി തീർന്നിട്ടില്ലല്ലേ? നിന്റെ സഭാ ഹോളിൻ്റെ പണി തീർന്നിട്ടില്ലല്ലേ? സഭയ്ക്കകത്ത് വെക്കുന്ന നല്ല സ്പീക്കർ ഇല്ലല്ലേ? നീ സേവിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണെന്ന് മറക്കണ്ട കേട്ടോ. ആ ദൈവം നിന്റെ ഭവനത്തിലോട്ട് വെളിപ്പെടാൻ പോകുകയാ. 600 ശേക്കൽ കൊടുത്തേച്ച് പറയുകയാണ്, സ്തോത്രം, നീ ഇത് വെച്ച മോനെ, ഞാൻ യാഗപീഠം പണിയട്ടെ. ഒർണ്ണാൻ ചിന്തിച്ചു, തീർന്നില്ല കേട്ടോ. 2 ദിനവൃത്താന്തം 3:1 കൂടെ വായിച്ച് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകും. 2 ദിനവൃത്താന്തം 3:1 വായിച്ചേ. 2 ദിനവൃത്താന്തം 3:1. ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഓർണ്ണാന്റെ കളത്തിങ്കൽ
ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ദാവീദ് മരിച്ചിട്ടും വാഗ്ദത്തം മാറിയിട്ടില്ല. ഇത് പരിശുദ്ധന്മാർക്ക് തന്ന ദൂത കേട്ടോ. ഒർന്നാനെ, ദൂതൻ നിന്റെ ഭവനത്തിൽ ഇറങ്ങുന്നത് വെറുതെ അല്ല, ഒന്ന് നിന്റെ ബുദ്ധിമുട്ട് മാറ്റാനും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, അവൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി മാറ്റിത്തരും. ആരൊക്കെയോ കണ്ണുനീരോടെ മീറ്റിങ്ങിന് കയറി വന്നിട്ടുണ്ടല്ലോ. പരിശുദ്ധന്മാവ് ദൂത് പറയുക കേട്ടോ, നീ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടണ്ട, നിന്റെ ഭവനം ഒരു ആലയമാകാൻ പോകുന്നു. ഒർന്നാനെ, ദാവീദ് വിചാരിച്ചാൽ നിന്നെ താത്താൻ ഒക്കത്തില്ല, ഇസ്രായേലിനെ ശപിക്കാൻ ഒക്കത്തില്ല. നിന്റെ സ്ഥലം, ആ ആലയം കാണുമ്പോൾ ആളുകൾ പറഞ്ഞു, അത് ഒർന്നാന്റെ സ്ഥലമല്ലയോ, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ആ പാറെന്ന് പറഞ്ഞ സ്ഥലമല്ലയോ, അവനിപ്പം ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടല്ലേ. ഓ, ചിലതിനെ നോക്കി പരിശുദ്ധ പറയുക, നീ ഒരു അനുഗ്രഹ വിഷയമാകാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു നീ ഒരു അനുഗ്രഹ വിഷയമാകാൻ പോകുക? എത്ര പേർക്ക് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ട് അകം കത്തുന്നുണ്ട്? അവരൊന്ന് കൈയുയർത്തി ദൈവത്തെ സ്തുതിക്കാവോ? ഓ, എത്ര പേർക്ക് അകം ഒന്ന് കത്തുന്നുണ്ട്? ഇത് നിങ്ങളോട് ഓരോരുത്തരോടുള്ള പരിശുദ്ധന്മാർ ദൂത് പറയുക, നിന്റെ ഭവനത്തിൽ ഒരു ആലയത്തിന്റെ പണി നടക്കാൻ പോകുക. ഓ, നിന്റെ ബുദ്ധിമുട്ടെല്ലാം മാറാൻ പോകുക. നിന്നെ തേടി രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഉന്നതന്മാർ നിന്റെ പ്രാർത്ഥന അന്വേഷിച്ച് വരുന്ന കാലം വിദൂരമല്ല. ഒർന്നാനെ, ഈ ദൂതൻ ഇറങ്ങിയത് ദാവീദിനെ ശിക്ഷിക്കാനാ, പക്ഷേ അതേ ദൂതൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. ഓ ഒർന്നാനെ, നീ ദാവീദിന്റെ ദേശത്തിന് സംഹാരം വന്നപ്പോൾ 60,000 പേര് പട്ടുപോയെന്നാ. അവിടെ 60,000 പേര് പട്ടുപോകുമ്പോൾ നിന്റെ ഭവനത്തിന് ആയിരക്കണക്കിന് പേര് എഴുന്നേക്കാൻ പോകുകയാ. ഉടരാറകൾക്ക് നിന്റെ രഹസ്യത്തിലുള്ള പ്രാർത്ഥന വർദ്ധിക്കട്ടെ. ഓ, ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോ. ഓ, യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ചില കുടുംബങ്ങൾക്കകത്ത് ആഴമേറെ അടിസ്ഥാനങ്ങൾ പണിയുക. വിരോധമായി എണ്ണിയ ദാവീദേ, നീ ഓർത്തോ, എന്റെ ദൈവം ഒർന്നാൻ അനുകൂലമാണെങ്കിൽ എനിക്ക് അനുകൂലമാ, ദാവീദിന് വിരോധമാണെങ്കിൽ എനിക്ക് അനുകൂലമായ ദൈവമുണ്ട്. ഓ സ്തോത്രം. ഈ വചനങ്ങളെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.